വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 17 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ നിത്യതയെപ്പറ്റി വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അവൻ പുറപ്പെട്ട യാത്ര ചെയ്യുമ്പോൾ ഒരുവൻ ഓടി വന്ന് അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി, നല്ല ഗുരു, നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് അവനോട് ചോദിച്ചു. അതിന് യേശു, എന്നെ നല്ലവനെന്ന് പറയുന്നത് ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, ചതിക്കരുത്, നിൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നീ കൽപ്പനകളെ നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. അവനവനോട്, ഗുരു, ഇതൊക്കെയും ഞാൻ ചെറുപ്പം മുതലേ പ്രമാണിച്ചു പോകുന്നു പറഞ്ഞു. യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു. ഒരു കുറവ് നിനക്കുണ്ട്, നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാവും, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. വളരെ സമ്പത്തുള്ളവരാവുകൊണ്ട് ഈ വചനത്തെങ്കിലും വിശ്വാസിച്ച് ദുഃഖത്തിനായി പോയിക്കൊള്ളുക. യേശു ചുറ്റും നോക്കി തൻ്റെ ശിഷ്യന്മാരുടെ സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കിടക്കുന്നത് എത്ര പ്രയാസമെന്ന് പറഞ്ഞു. അവൻ്റെ ഈ വാക്കിനാൽ ശിഷ്യന്മാർ വിസ്മയിച്ചു. എന്നാൽ യേശു പിന്നെയും, മക്കളെ, സമ്പത്തിൽ ആശ്രയിക്കുന്ന ദൈവരാജ്യത്തിൽ കിടക്കുന്ന എത്ര പ്രയാസം. ധനവാൻ ദൈവരാജ്യത്തിൽ കിടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴിയുടെ കിടക്കുന്ന എളുപ്പമെന്ന് ഉത്തരം പറഞ്ഞു. അവൻ ഏറ്റവും വിസ്മയിച്ചു. എന്നാൽ ലക്ഷം പ്രാപിപ്പാൻ ആർക്കഴിയും തമ്മിൽ പറഞ്ഞു. യേശുവരെ നോക്കി, മനുഷ്യർക്ക് അസാധ്യം തന്നെ ദൈവത്തിന് അല്ലതാനും, ദൈവത്തിന് സകലവും സാധ്യമല്ലോ എന്ന് പറഞ്ഞു. പത്രോസ് അവനോട്, ഇതാ ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് യേശു, എൻ്റെ നിമിത്തം സുവിശേഷം നിമിത്തവും വീടോ സഹോദരനെയോ സഹോദരി അമ്മയോ അപ്പനെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടാൽ ഈ ലോകത്തിൽ തന്നെ ഉപദ്രവങ്ങളോടുകൂടെ 100 മടങ്ങ് വീടുകളെയും സഹോദരിമാരെയും അമ്മമാരെയും മക്കളെയും നിലകളെയും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെയും പ്രാപിക്കാത്തവരാരുമില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എങ്കിലും മുമ്പന്മാർ പലരും ബിംബന്മാർ മുമ്പന്മാരും ആവുമെന്ന് ഉത്തരം പറഞ്ഞു. കർത്താവിൻ്റെ നിത്യതയിൽ പ്രവേശിക്കണമെങ്കിൽ നമ്മൾക്കുള്ളത് ദാനം ചെയ്ത്, അത് നമ്മളുടെ കഴിവ്, നമ്മളുടെ ബുദ്ധി, നമ്മുടെ സമ്പത്ത്, നമ്മുടെ ജീവിതം മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുവാൻ, മറ്റുള്ള സാധുക്കൾക്ക് പ്രയോജനപ്പെടുകയാൽ മാത്രമേ സ്വർഗത്തിൽ പോകുള്ളൂ, നിത്യജീവനിൽ കടക്കുള്ളൂ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ഈ ലോകത്തിൽ സമ്പാദ്യം ഉള്ളവരായിട്ട് തീരാതെ വരും ലോകത്തിൽ സമ്പാദ്യമുള്ളവരായി തീരുവാൻ ഞങ്ങളെ അപ്രകാരമുള്ള ജീവിതത്തിലൂടെ ഞങ്ങളെ വഴി നടത്തി മറ്റുള്ളവർക്ക് അനുഗ്രഹവും അത്ഭുതവുമാക്കി തീർക്കാൻ ഞങ്ങളെ സഹായിക്കും. ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും അത് കൃപ നൽകിക്കാട്ടെ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശു ആരാധന, യേശു മൂലം പ്രാർത്ഥന കേൾക്കണം. നല്ല പിതാവേ, ആമേൻ. ഗോഡ് ബ്ലെസ് യു.